ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, പെന്തക്കോസ്താ തിരുനാളിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന ദിവസമാണ് ഈ ദിവസങ്ങളിലൊക്കെ. വരുന്ന ഞായറാഴ്ച നമ്മൾ പെന്തക്കോസ്താ തിരുനാള് ആചരിക്കുകയാണ്. ഭയന്ന് ഒളിച്ചിരുന്ന ശിഷ്യന്മാരുടെ മേല് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നതിന്റെ ഓർമ്മ ദിവസം. ഈ തിരുനാളിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ പ്രാർത്ഥന പ്രകാരമായിരിക്കട്ടെ. പരിശുദ്ധാത്മാവായ ദൈവമേ, എന്റെ മേലെ വന്ന് നിറയണമേ. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവ് വന്ന് നിറയണമെങ്കിൽ നമുക്ക് ആവശ്യം അനുതാപമുള്ള ഹൃദയമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരുടെ പ്രവർത്തനം 2-ാം അധ്യായം 38-ാം തിരുവചനത്തില് നമ്മൾ ഇപ്രകാരം വായിക്കുന്നത്: നിങ്ങൾ പശ്ചാത്തപിച്ച് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും ഫലങ്ങളും നമ്മിൽ വന്ന് നിറയണമെങ്കിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് അനുതാപമുള്ള ഹൃദയമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്: ഒരു വിതക്കാരൻ തന്റെ വിത്ത് ഒരിക്കലും പുല്ലുകൾക്കിടയില് വിതക്കാറില്ല. നല്ല നിലത്താണ് വിതക്കാരൻ വിത്തുകൾ വിതയ്ക്കുന്നത്. അതുപോലെയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് വളരണമെങ്കിൽ നല്ല നിലം ആവശ്യമാണ്. ഉദാഹരണത്തിന്, നമ്മൾ ഭക്ഷണം കഴിക്കുവാനായിട്ട് ഒരു പ്ലേറ്റ് എടുക്കുമ്പോൾ ആ പ്ലേറ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള അഴുക്കുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഭക്ഷണം കഴിക്കാറില്ല. അത് കഴുകി ശുദ്ധിയാക്കിയതിന് ശേഷമാണ് നമ്മൾ അതിൽ ഭക്ഷണം കഴിക്കുന്നത്. അതുപോലെയാണ് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. നമ്മുടെ ഉള്ള് വിശുദ്ധമാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും കൃപകളും വരങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയും. പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയുവാനായിട്ടാണ്. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും: മക്കൾക്ക് നല്ലത് കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്നായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ലേ. പരിശുദ്ധാത്മാവിനെ നൽകുവാൻ പിതാവായ ദൈവം ഒരുക്കമാണ്. നമ്മുടെ ഭാഗത്തു നിന്ന് വേണ്ടത് ഇത്ര മാത്രം: അനുതാപമുള്ള ഹൃദയം. പ്രിയമുള്ളവരെ, പെന്തക്കോസ്താ തിരുനാളിന് ഒരുങ്ങുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പൂർണ്ണമായിട്ടുള്ള കുമ്പസാരം നടത്തുക. ചെയ്തുപോയ പാപങ്ങളൊക്കെ ദൈവത്തിനു മുമ്പാകെ ഏറ്റുപറഞ്ഞുകൊണ്ട് വിശുദ്ധ കുമ്പസാരത്തിലൂടെ നമ്മുടെ ഹൃദയത്തെ തന്നെ വിശുദ്ധീകരിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് നിറയും. അതുകൊണ്ട് ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് നല്ലൊരു കുമ്പസാരത്തിന് വേണ്ടി ഒരുങ്ങാം. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നല്ലൊരു കുമ്പസാരം നടത്തി പരിശുദ്ധാത്മാവിനാൽ നിറയുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനായി പരിശുദ്ധ അമ്മയും വിശുദ്ധ ഔസേപ്പ് പിതാവും നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.